ദൈവത്തിൻ്റെ വചനം പഠിക്കുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആഫ്രിക്കയിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു സഹോദരൻ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ വചനം പഠിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു റീഡ് ദ ബൈബിൾ ആൻഡ് വി നീഡ് ടു മെഡിറ്റേറ്റ് ദ ബൈബിൾ, വി നീഡ് ടു മെമ്മറൈസ് ദ ബൈബിൾ ആൻഡ് വി നീഡ് ടു ഒബേ ദ ബൈബിൾ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം അതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. വി നീഡ് ടു റീഡ് ദ ബൈബിൾ. വായിക്കാതെ ഒന്നും പറ്റത്തില്ല. അടിസ്ഥാനപരമായി നമ്മൾ എന്ത് ചെയ്യണം? വേദപുസ്തകം വായിക്കണം. ഇത് എംഫസൈസ് ചെയ്യുന്നതിൻ്റെ കാര്യം ഇപ്പോൾ വായന തന്നെ പലയിടത്തും ഇല്ല, വളരെ കുറവാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തനിയെ പോയിരുന്ന് വേദപുസ്തകം വായിക്കുന്നവരെ നമ്മൾ കാണുന്നുള്ളൂ. നിർബന്ധിച്ച് വല്ലതും പറഞ്ഞാൽ ചിലപ്പോൾ വായിച്ചെന്നിരിക്കും. പക്ഷേ അവരുടെ ഇൻട്രസ്റ്റിൽ അവർ പോയി തനിയെ ഇരുന്ന് വേദപുസ്തകമൊക്കെ വായിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടോ? നമ്മളൊന്ന് ആലോചിക്കണം. എന്നാൽ വായന കൊണ്ട് കാര്യങ്ങൾ നിർത്തരുത്. വായിക്കുന്ന വചനങ്ങൾ നമ്മൾ ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. മെഡിറ്റേഷൻ, ദാറ്റ് ഈസ് ഓൾസോ വെരി എസെൻഷ്യൽ. മെഡിറ്റേഷനെക്കുറിച്ച് ഞാൻ പാറമേൽ അടിസ്ഥാനം ഇടുന്നു എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് വചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നുള്ളതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം പിള്ളേർ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തോടാ ധ്യാനിക്കുക എന്നോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അവൻ്റെ ബോഡി പ്രസൻസ് ഇവിടെ ഉണ്ടെങ്കിലും അവൻ വേറെ ലോകത്തിലാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ഒരു ആൻസറാണ്. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ബോഡി പ്രസൻസ് ഇവിടെ ഉണ്ട്, ബൈബിൾ മുന്നിലുണ്ട്, പക്ഷേ നമ്മൾ ആ ബൈബിളിൻ്റെ ലോകത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ബൈബിളിൻ്റെ ലോകത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുക. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗഭാക്കാവുകയാണ്. പഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുമ്പോൾ നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ മലമുകളിൽ യേശുവിൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയും ഒരുപക്ഷെ കൊട്ടയെടുത്ത് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കൂട്ടിപ്പെറുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് വരിയായി ഇരുത്തി വിളമ്പുകയൊക്കെ ചെയ്യുന്ന, അതുപോലെ നമ്മൾ അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യുന്ന ഒരവസ്ഥ. അപ്പോൾ വചനത്തിനകത്തേക്ക് കയറി ചെല്ലണം. അതാണ് ശരിക്കും പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇല്യൂഷനൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ മായക്കാഴ്ച കാണാനല്ല ഞാൻ പറയുന്നത്. ഇത് അന്നേരം എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണമെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ആ വായനയുടെ ആ അക്ഷരങ്ങളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആത്മാവിലേക്ക് കയറണം, ഉള്ളിലേക്ക് കയറണം. പൗലോസിൻ്റെ ഒരു ലേഖനം വായിച്ചു കഴിഞ്ഞാലും അത് ധ്യാനിക്കണം. ധ്യാനിക്കുമ്പോൾ നമുക്കതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്നത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ്. പക്ഷെ വായന ഇല്ലാതെ മെഡിറ്റേഷൻ നടക്കത്തില്ല. എന്നാൽ വായിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മെഡിറ്റേഷൻ നാച്ചുറലി വായനയ്ക്ക്, അതുകൊണ്ടാണെങ്കിൽ ഓടിച്ച് വായിച്ചു പോയിട്ട് മാത്രം കാര്യമില്ല. വായിക്കുമ്പോൾ അല്പം സമയമെടുത്ത് വായിക്കണം. ഓടിച്ച് വായിച്ചാൽ പലപ്പോഴും നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകത്ത് പോലുമില്ല. അതുകൊണ്ട് വായന കുറച്ച് സ്ലോ ആയിട്ട് വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് വേണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതായത് അതിൻ്റെ അർത്ഥം ഗ്രഹിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചെന്നിട്ട് വേണം നമ്മൾ ബൈബിൾ വായിക്കാൻ. അപ്പോഴാണ് അത് ധ്യാനമാകുന്നത്. അപ്പോൾ റീഡ് ദ ബൈബിൾ, മെഡിറ്റേറ്റ് ദ ബൈബിൾ. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി നമുക്കുണ്ടാകുന്നൊരു പ്രത്യേകത, അത് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് പതിയും. ആ ഹൃദയത്തിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് മെമ്മറൈസിങ്. ഇപ്പോൾ വാക്കുകൾ മാത്രം മെമ്മറൈസ് ചെയ്യുന്നതിനകത്ത് മാത്രമല്ല അർത്ഥം, അതിൻ്റെ അർത്ഥവും നമ്മൾ തിരിച്ചറിഞ്ഞ് അത് വീണ്ടും ഒരു കാര്യം മെമ്മറൈസ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്താ? ആദ്യം നമ്മൾ വായിക്കുമ്പോൾ പുസ്തകം കയ്യിലുണ്ടെങ്കിലേ അത് നമ്മൾ കാണത്തുള്ളൂ, വായിക്കത്തുള്ളൂ. പക്ഷേ മെമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പുസ്തകം മാറ്റി വെച്ചാലും ഇത് പുറകെ വരും. അതാണ് മെമ്മറൈസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ വചനം മെമ്മറൈസ് ചെയ്യണം, അതിൻ്റെ വേർഡ്സ് മെമ്മറൈസ് ചെയ്യണം. അതുപോലെ തന്നെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നതായ ആത്മീക യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ പുറകെ വരണം. അതാണ് മെമ്മറൈസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത. സോ വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, വചനം മെമ്മറൈസ് ചെയ്യണം, അഥവാ അത് നമ്മുടെ ഉള്ളിലാകണം. മെമ്മറൈസ് ചെയ്യുമ്പോഴത്തേക്കുണ്ടാകുന്ന പ്രത്യേകത അത് നമ്മുടെ ഉള്ളിലാവുകയാണ്. 40-ാം സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്യമുണ്ട്, നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിൽ ആയിരിക്കുന്നു. ഉള്ളിൽ
വചനം കല്ലിലെഴുതിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവ് തന്നെ പറയുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി അവരെ അതിൽ നടക്കുമാറാക്കും. അപ്പോൾ വളരെ സ്പെസിഫിക്കായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. മെമ്മറൈസ് ചെയ്യാന്ന് പറയുമ്പോൾ വാക്യം പഠിക്കണം, പിള്ളേരെയൊക്കെ വാക്യം പഠിപ്പിക്കണം. ഇന്നിപ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും ഈ വാക്യം മെമ്മറൈസ് ചെയ്യുന്ന വലിയ പരിപാടിയൊന്നും ഇല്ല. അതും ശരിയായ ഒരു കാര്യമല്ല, അത് പഠിപ്പിക്കണം. പക്ഷേ വെറുതെ വാക്യം മാത്രം മെമ്മറൈസ് ചെയ്യല്ല, ന്യായപ്രമാണത്തെ നമ്മുടെ ഉള്ളിലാക്കണം. അപ്പോൾ ന്യായപ്രമാണം വായിക്കണം, അത് ധ്യാനിക്കണം. ന്യായപ്രമാണം വായന കഴിഞ്ഞാൽ ധ്യാനമാണ്. ധ്യാനത്തിലെ പ്രത്യേകത എന്താ? നമ്മൾ അകത്തേക്ക് കയറുകയാണ്, പിന്നെ അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരികയാണ്. മെമ്മറൈസ് ചെയ്യണം. ആൻഡ് ഒബേ ദ സ്ക്രിപ്ചർ, ഒബീഡിയൻസ്. അത് ഒബീഡിയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് അറിയാമോ? നമ്മൾ പഠിച്ച വചനം പ്രായോഗിക തലത്തിൽ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ ആദ്യം അത് നമ്മൾ വായിച്ചു, അത് നമ്മൾ ധ്യാനിച്ചപ്പോൾ നമ്മൾ വചനത്തിൻ്റെ ലോകത്തിലേക്ക് കയറി ചെന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത്? ആ വചനം മെമ്മറൈസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നു. അടുത്തതെന്താ സംഭവിക്കുന്നത്? നമ്മളത് പ്രായോഗിക തലത്തിൽ പുറത്തോട്ട് കൊണ്ടുപോവുകയാണ്, പ്രയോഗിക്കുകയാണ്. അപ്പോഴാണ് ഒബീഡിയൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? ദൈവവചനം വായിക്കണം, ദൈവവചനം ധ്യാനിക്കണം, ദൈവവചനം മെമ്മറൈസ് ചെയ്യണം, ദൈവവചനം ഒബേ ചെയ്യണം, അനുസരിക്കണം. അപ്പോൾ ആ ഒരു മനോഭാവത്തോടുകൂടി അപ്പോഴാണത് കംപ്ലീറ്റ് ആകുന്നത്. വായനയിലാണ് തുടങ്ങുന്നത്, പക്ഷേ വായനയിൽ അവസാനിക്കുകയല്ല. വായിച്ച് ധ്യാനിച്ച് ഉള്ളിലാക്കി പുറത്തു കൊണ്ടുപോകണം. അപ്പോഴാണ് ദൈവവചന പഠനം ഏറ്റവും പ്രാധാന്യം, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായി തീരുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലെ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഞാൻ ഒരു വാക്യം വായിക്കാം. ശരിക്കും യൂദായുടെ ലേഖനത്തിലെ ഒരു വാക്യമാണ്. യൂദായുടെ ലേഖനം അത് 1 മുതലുള്ള വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനതിൻ്റെ 3-ാമത്തെ വാക്യമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഈ ഒരു വാക്യമാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ യൂദായുടെ ലേഖനത്തിൽ യൂദാ പറയുകയാണ്, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്. അപ്പോൾ അവിടെ പറയുന്നത് കോമൺ സാൽവേഷൻ, അതിനെക്കുറിച്ച് പ്രബോധിപ്പിച്ചെഴുതുവാൻ ഞാൻ ആഗ്രഹിച്ചു. യൂദാ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്തുതി എന്നാണ്. സ്തുതി, പ്രൈസ്. അപ്പോൾ യൂദാ പറയുകയാണ്, ഞാനെന്നാ ഒരു സ്തോത്രഗീതമൊക്കെ എഴുതാമെന്ന് വെച്ചിരിക്കുകയായിരുന്നു ഈ കോമൺ സാൽവേഷനെ കുറിച്ച്. പക്ഷെ അങ്ങനെ എഴുതാൻ ഉദ്ദേശിച്ച കൂട്ടത്തിൽ അതും ഞാൻ പിന്നീട് മനസ്സിലാക്കി അത് അത്യാവശ്യമാണ്. പക്ഷേ അതിനേക്കാൾ അത്യാവശ്യമായിട്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് എന്നെ എഴുതുവാൻ അത്യാവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഈ 2 കാര്യങ്ങളുമുണ്ട്. ഒന്ന് കോമൺ സാൽവേഷൻ, പിന്നീട് ഫലമേൽപ്പിക്കപ്പെട്ട പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചുള്ള ഉപദേശം, പിന്നീട് ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടം. അപ്പോൾ ഈ യൂദായുടെ ആദ്യം മുതലുള്ള വാക്യങ്ങൾ തന്നെ വളരെ പ്രധാനമാണ്. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. അത് നമ്മൾ കുറേ കൂടെ കൂടുതൽ കാര്യമായിട്ട് പ്രത്യേകമായിട്ട് പിന്നീട് പഠിക്കാം. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാ. അപ്പോൾ യൂദായെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യം, അവൻ യേശുവിൻ്റെ സഹോദരനാണ് എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നില്ല. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദാ. യൂദായുടെ പുസ്തകം എഴുതിയ, അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതിയ യൂദാ ആരാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. യാക്കോബിൻ്റെ സഹോദരനാണെന്ന് എഴുതിയിട്ടുള്ളത്, പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഒരാളിങ്ങനെ പറഞ്ഞപ്പോൾ തമാശയാണോ അദ്ദേഹം മനഃപൂർവ്വം പറഞ്ഞാണെന്ന് അറിയത്തില്ല. യൂദാ പോയി കെട്ടിയാളിന് ചത്താലും അതിന് മുമ്പ് അവനൊരു ലേഖനം എഴുതിയിട്ടാണ് പോയത്, അത് നമുക്ക് പ്രയോജനമായെന്ന്. അപ്പോൾ കെട്ടിയാന്ന യൂദാ എഴുതിയ പുസ്തകമല്ല ഇത്. ഇതാരെഴുതിയതാ? യാക്കോബിൻ്റെ സഹോദരനും യേശുക്രിസ്തുവിൻ്റെ ദാസനും. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി ഇത് യേശുവിൻ്റെ സഹോദരനായ യൂദയാണ്. എന്നാൽ യൂദാ തന്നെക്കുറിച്ച് തന്നെ പറയുമ്പോൾ അതിനകത്ത് യേശുവിൻ്റെ രക്തബന്ധത്തിലല്ല പുകഴ്ച കാണുന്നത്, യേശുവിൻ്റെ ദാസനായി തീർന്നതിലാണ് പുകഴ്ച കാണുന്നത്. അപ്പോൾ യേശുവിൻ്റെ സഹോദരൻ എന്നുള്ളതിനകത്ത് പുകഴ്ച കാണാത്ത നമ്മൾ ജനിച്ചു വളർന്ന കുടുംബത്തിൻ്റെയൊക്കെ പാരമ്പര്യം പറഞ്ഞ് പുകഴ്ച പറയുന്നത് എത്ര കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. യേശുവിന് യൂദാ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലും യോഹന്നാൻ്റെ സുവിശേഷത്തിലും ഒക്കെ, മത്തായിയുടെ സുവിശേഷം പ്രത്യേകിച്ച് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 13-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 55-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, അവർ വിസ്മയിച്ചു, ഇവന് ഈ 54-ാമത്തെ വാക്യത്തിൽ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവർ അല്ലയോ? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരുടെ പേര് പറയുന്ന കൂട്ടത്തിൽ ആരുടെ പേരും ഉണ്ട്? യൂദായുടെ പേരും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നതായ സമയത്ത് ഈ സഹോദരന്മാർ വാസ്തവത്തിൽ കൂടെ കളിച്ച് വളർന്ന ആളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇവൻ ദൈവപുത്രനാണെന്നുള്ളത് വിശ്വസിക്കാൻ അവർക്ക് ചില പ്രയാസമായിരുന്നു. കാര്യം ഫെമിലിയറായിപ്പോയി, കൂടുതൽ ഫെമിലിയറായിപ്പോയി. അതിപ്പോഴും ഉള്ള വലിയൊരു പ്രശ്നമാണ്. ആ ഫെമിലിയാരിറ്റി കൂടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ആ റെവറൻസ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെ എല്ലാ ദിവസവും വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നതും കഴിക്കുന്നതും പണിയെടുക്കുന്നതുമായ യേശുവിനെ കണ്ടിട്ട് ഇവരാരും വരുവാനുള്ള മശിഹയാണെന്ന് സഹോദരന്മാർ ശരിക്കും പറഞ്ഞാൽ വിശ്വസിച്ചില്ല. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിൻ്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദ്യയിലേക്ക് പോകുക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നുവെങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പോൾ യേശുവിൻ്റെ സ്വന്തം സഹോദരന്മാർ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തില്ല? അവനിൽ വിശ്വസിച്ചില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവപുത്രനായ യേശുവാണ്, രക്ഷകനാണ്, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ മോചനത്തിനു വേണ്ടി ഭൂമിയിലേക്ക് അവതരിച്ച ഭൂമിയിലേക്ക് വന്ന ദൈവത്തിൻ്റെ വെളിപ്പാടാണ് യേശു എന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനൊന്നും അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം കൂടെ കളിച്ച് വളരുന്ന പണിയെടുക്കുന്ന തച്ചനായ, അതുകൊണ്ടാണല്ലോ നാട്ടുകാരെല്ലാം പറയുന്നത്, ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ ഇല്ലയോ? ഇവൻ പിന്നെ ആകാശത്തുനിന്ന് പൊട്ടി വീണെന്ന് പറയുന്നതിൽ അർത്ഥമല്ല എന്ന് ചോദിക്കുന്ന ഒരു സ്റ്റേജ്. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ തിരിഞ്ഞു മറിയുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പോടുകൂടെ അവൻ ദൈവപുത്രനാണ് എന്നുള്ളത് അവരെല്ലാവരും വിശ്വസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലയളവിൽ, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ കാലയളവിൽ, കാര്യം അവർ തന്നെ പറയുന്നത് പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവരാരും രഹസ്യത്തിലൊന്നും ചെയ്യുന്നില്ല. അവർ ചിന്തിച്ചത് യേശു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ യേശുവിന് പ്രസക്തി ഉണ്ടാകും, അതിൻ്റെ കൂട്ടത്തിൽ അവർക്കും കൂടെ പറയാമല്ലോ, എൻ്റെ ചേട്ടനാ എന്ന് വേണേൽ പറയാമല്ലോ. എന്നാൽ അന്നവർ യേശു ദൈവപുത്രനാണെന്നുള്ളത് വിശ്വസിച്ചില്ല. പക്ഷേ ഉയിർത്തെഴുന്നേൽപ്പ് കാര്യങ്ങളെ തിരിച്ചു മറിച്ചു.
ഉയിർത്തെഴുന്നേൽക്കപ്പെട്ടതോടുകൂടെ യേശുവിൻ്റെ അമ്മയും അവൻ്റെ സഹോദരന്മാരും അപ്പോസ്തോലന്മാരോട് കൂടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. യേശുവിൻ്റെ അമ്മ മറിയയെക്കുറിച്ചുള്ള അവസാനത്തെ ഡിസ്ക്രിപ്ഷനാണ് നമ്മളവിടെ കാണുന്നത്. ആ സമയത്ത് യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മറിയയ്ക്കും പരിശുദ്ധാത്മാവിനെ വേണം, യേശുവിൻ്റെ സഹോദരന്മാർക്കും പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. കാര്യം ഇവരാരും ദൈവങ്ങളല്ല. ദൈവപുത്രൻ്റെ മാതാവാണ് മറിയ, ദൈവപുത്രൻ്റെ സഹോദരങ്ങളാണ് ഇവരെല്ലാവരും. പക്ഷെ അവരാരും ദൈവമല്ല. എന്നാൽ അവർ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം യേശുവിൽ വിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിന് വേണ്ടി ശിഷ്യന്മാരോട് കൂടെ ചേർന്ന് കാത്തിരിക്കുകയും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ശുശ്രൂഷകളിൽ മുതിർന്നു വരികയും ചെയ്തു, ഇൻക്ലൂഡിങ് അവൻ്റെ സഹോദരനായ യൂദ. ആ യൂദ ലേഖനം എഴുതുമ്പോൾ അവൻ്റെ ശക്തീകരണം എന്ന് പറയുന്നത് ഞാൻ യേശുവിൻ്റെ ദാസനാണെന്നാണ്. അപ്പോൾ യേശുവിൻ്റെ സഹോദരനാകുന്നതിനേക്കാൾ വലുതായിട്ട് അവൻ കണ്ടത് യേശുവിൻ്റെ ദാസനാകുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്കെന്താണെങ്കിലും ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ സഹോദരനാകാൻ ആത്മീകമായി നമ്മൾ സഹോദരത്വം എബ്രായ ലേഖനത്തിലുണ്ട്. പക്ഷേ ശാരീരികമായ ഒരു റിലേഷൻ യേശുവിൻ്റെ കുടുംബവുമായിട്ടൊന്നും നമുക്ക് ഇല്ല. പക്ഷേ നമ്മൾ ഒരിക്കലും പ്രിവിലേജ് കുറഞ്ഞവരല്ല. കാരണം യേശുവിൻ്റെ സഹോദരനായ യൂദ പോലും മഹിമ കണ്ടെത്തിയത് യേശുവുമായുള്ള ആത്മീയ ബന്ധത്തിലാണ്, യേശുവിൻ്റെ ദാസനാകുന്നതാണ്. അപ്പോൾ യേശുവിൻ്റെ സഹോദരനാകുന്നതിലും വലുതാണ് യേശുവിൻ്റെ ദാസനാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇതിൽ ആദ്യത്തെ ചില ക്ലാസ്സുകളിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓഫ് കോഴ്സ് വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണെങ്കിലും യൂദ ആദ്യം എഴുതാൻ ഉദ്ദേശിച്ചത് പോരാട്ടത്തെക്കുറിച്ചല്ല. എന്നാൽ പോരാട്ടം ആവശ്യമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് പോരാട്ടത്തെക്കുറിച്ച് പ്രബോധിപ്പിച്ചെഴുതുകയാണ്. ആദ്യം എഴുതാൻ ഉദ്ദേശിച്ചത് എന്തിനെക്കുറിച്ചാണ്? നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ആദ്യം നമ്മൾ എടുക്കുന്നത് ഈ കോമൺ സാൽവേഷൻ എന്നുള്ള വിഷയമാണ്. പൊതുവിലുള്ള രക്ഷ, കോമൺ സാൽവേഷൻ. അപ്പോൾ അതിനെക്കുറിച്ചും എങ്ങനെ എഴുതാൻ ഉദ്ദേശിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും കഴിക്കുകയും. അപ്പോൾ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചുള്ള നല്ലൊരു കൃത്യമായ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അത്യാവശ്യമാണ്. ഈ കാലയളവിൽ വളരെ ബേസിക്സ് ആണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ അറിയത്തില്ല. വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. അടിസ്ഥാനം പഠിക്കാൻ ആൾക്കാർക്ക് അടിസ്ഥാനമില്ലാതെ പണിയുന്നവരാണ് ഇപ്പോൾ പലപ്പോഴും ഉണ്ടാകുന്നൊരു വലിയ പ്രശ്നം. ഒരു പ്രോബ്ലമാണ്. എനിക്കും പണ്ട് ഇതുപോലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും പരിശ്രമിച്ചുകൊണ്ടിരുന്നതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പഠിക്കാനാണ്. എനിക്ക് പോലും മനസ്സിലാകാത്ത കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് എനിക്ക് ഒന്നും ആലോചിക്കാൻ. അപ്പം ഞാൻ ഈ ഏർലി 80s 1981, 82 ഒക്കെ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ചില പുസ്തകങ്ങളുണ്ട്. ജോൺ എഫ് വാൽവുഡിൻ്റെ പുസ്തകങ്ങൾ, ജെറി ഫോൾസിൻ്റെ പുസ്തകങ്ങൾ, ക്ലാരൻസ് ലാർക്കിൻ്റെ പുസ്തകങ്ങൾ. ഇതൊക്കെ യുഗങ്ങളെക്കുറിച്ചുള്ള വലിയ പഠനങ്ങളാണ്. അതിനുശേഷം യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചല്ല, വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉള്ള പുസ്തകങ്ങളാണ്. ജോൺ എഫ് വാൽവുഡിൻ്റെ പുസ്തകങ്ങളിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് ഒത്തിരി ഉദാഹരണങ്ങളും സ്പെക്കുലേഷൻസും എല്ലാം കൂടെ പറഞ്ഞ് യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷമുള്ള അർമഗദ്ദോൻ യുദ്ധം, അതൊക്കെ അന്നത്തെ ഒരു വിഷയമാണ്. അപ്പോൾ ഈ അർമഗദ്ദോൻ യുദ്ധത്തിൽ എന്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഈ പവറെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതൊക്കെയായിരുന്നു അന്നത്തെ ചോദ്യം. അതിന് പിന്നെ ഉത്തരം കണ്ടെത്തണമല്ലോ. അപ്പം ഓയിൽ മറ്റ് രാജ്യങ്ങൾ എക്സ്കവേഷൻസ് നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ അലാസ്കയിൽ എത്രത്തോളം ഓയിൽ റിസർവ് ഉണ്ട്? അമേരിക്ക അലാസ്കയിലെ ഓയിൽ എടുത്തു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഓയിൽ പ്രൈസ് എങ്ങനെ കുറയും?
2025 അലാസ്കായിൽ ഓയിൽ റിസർവ് എത്രയുണ്ട്, ഇതൊക്കെ ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അന്ന്. തന്നെയല്ല, അങ്ങനെ അർമഗദ്ദോൻ യുദ്ധം നടക്കുമ്പോൾ, ഞാൻ ഈ ചുരുക്കി പറയുക, അപ്പോൾ കുതിരപ്പട്ടാളം വരുന്നുണ്ട്. അപ്പോൾ കുതിരപ്പട്ടാളം എവിടെ നിന്നാണ് വരാൻ സാധ്യത? അന്ന് വലിയ ശത്രുക്കളായിട്ട് ചിന്തിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ്, ഇസ്രായേലിൻ്റെ ശത്രുക്കളായിട്ട് ചിന്തിച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. അപ്പോൾ ഇത് റഷ്യയിൽ നിന്നാണോ മോസ്കോയിൽ നിന്നാണോ വരുന്നത് അതോ ചൈനയിൽ നിന്നാണോ വരുന്നത് എന്നറിയാനായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് വരച്ച് നോക്കിയിട്ടുണ്ട്, കുറച്ചുകൂടി ഈസി ആയിട്ട് എവിടെ നിന്നാണ് വരാൻ ചാൻസ് ഉള്ളതെന്ന്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തലേ കയറ്റാൻ ഇഷ്ടമായിരുന്നു. കാര്യം അതൊരു രസമാണ്, അതൊക്കെ പോയി പറയാനും ഇഷ്ടമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നു നിൽക്കും, അയ്യോ എന്തൊരറിവാണ്. പക്ഷേ കർത്താവിനോട് ചോദിച്ചു, എടാ ആദ്യം കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുക, പിന്നല്ലേ കർത്താവിൻ്റെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരുക്കുന്നത്. വിശുദ്ധിയോടെ മനുഷ്യൻ ജീവിക്കാനായിട്ട് അവനെ ഉത്ബോധിപ്പിക്കുക, ജനങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകട്ടെ, ആൾക്കാർ രക്ഷിക്കപ്പെടട്ടെ. അല്ലാതെ കർത്താവിൻ്റെ വരവിന് ശേഷം നടക്കുന്ന അർമഗദ്ദോൻ യുദ്ധത്തിലെ കുതിരപ്പട്ടാളത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ട് ഈ ജനങ്ങൾക്ക് എന്ത് രൂപാന്തരം ഉണ്ടാകുന്നു. പക്ഷേ ഇന്നും അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്കൊക്കെ വലിയ ഡിമാൻഡാണ്, എനിക്കറിയാം. എവിടെയെങ്കിലും മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, എന്ത് വിഷയമാണ് സാറ് പഠിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറ, പഠിപ്പിക്കാം. എന്നാൽ പിന്നെ കർത്താവിൻ്റെ രണ്ടാം വരവും അനന്തര സംഭവങ്ങളും ആയിക്കോട്ടെ. അതിൻ്റെ കാര്യം എന്നറിയാമോ? അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകേണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ല. അതൊക്കെ ബുദ്ധിയിലങ്ങ് കയറ്റിയാൽ മതി. അന്യോന്യം സ്നേഹിക്കണമെന്നും കൂട്ടുകാരന് വേണ്ടി ജീവനെ കൊടുക്കണമെന്നും അതൊക്കെ പറയാതിരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്വസ്ഥമായിട്ട് അവരുടെ തൽക്കാലത്തേക്കുള്ള കള്ളത്തരങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യാം. പിന്നെ ബുദ്ധിയിൽ കുറേയേറെ കാര്യങ്ങൾ തലയിൽ കയറ്റാനും പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യൂദ പറയുന്ന കാര്യം വളരെ കറക്റ്റാണ്. അടിസ്ഥാനപരമായി രക്ഷയെക്കുറിച്ച്, കോമൺ സാൽവേഷൻ, അതിനെക്കുറിച്ച് പഠിക്കാനുള്ള അല്ലെങ്കിൽ പഠിപ്പിക്കാൻ സകല പ്രയത്നവും കഴിച്ച് നമുക്കതിലേക്ക് വരാം. അപ്പോൾ പൊതുവിലുള്ള രക്ഷ എന്ന് പറയുമ്പോൾ അതൊന്ന് ഒരു 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ അതൊന്ന് പറയട്ടെ. വാട്ട് ഈസ് കോമൺ സാൽവേഷൻ? വൈ ഇറ്റ് ഈസ് കോമൺ? എന്തുകൊണ്ടാണ് ഇതിനെ കോമൺ സാൽവേഷൻ, പൊതുവിലുള്ള രക്ഷ എന്ന് പറയാൻ കാര്യം? ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവറിബഡി. ഇത് കോമൺ ആണെന്ന് പറയുന്നതിൻ്റെ കാരണം ഇത് എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് യഹൂദന്മാർ ചിന്തിച്ചിരുന്നത് ഇത് യഹൂദന്മാർക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണെന്ന്. പക്ഷേ യേശുവിൻ്റെ വരവോടുകൂടെ എല്ലാ ജനതകൾക്കുമായി ഈ രക്ഷ തുറന്നു വെച്ചു കൊടുത്തിരിക്കുകയാണ്. അത് ആർക്ക് വേണമെങ്കിലും സ്വായത്തമാക്കാനായിട്ട് കഴിയത്തക്ക രീതിയിൽ അവൈലബിളാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ എന്താണ് അതിനകത്തെ ഒന്നാമത്തെ കാര്യം? ഇത് എല്ലാവർക്കും അവൈലബിളായിട്ടുള്ള രക്ഷയാണ്. ലോകത്തിലെ സകല മനുഷ്യർക്കും അവൈലബിളായിട്ടുള്ള രക്ഷ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ രക്ഷ അവൈലബിൾ ആണെന്ന് മാത്രമല്ല, ഇന്നവിറ്റബിളുമാണ്. അതുകൊണ്ട് ഇന്നവിറ്റബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിവാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ലഭ്യമാണെന്ന് മാത്രമല്ല, എല്ലാവർക്കും ഈ രക്ഷ അനിവാര്യമാണ്. ഇതല്ലാതെ വേറെ ഒരു രക്ഷാമാർഗം ഇല്ല. അതുകൊണ്ട് പൊതുവിലുള്ള രക്ഷ എന്ന് പറയുമ്പോഴത്തേക്ക് ക്രിസ്ത്യാനികൾക്കുള്ള രക്ഷ, ഹിന്ദുക്കൾക്കുള്ള രക്ഷ, മുസ്ലിങ്ങൾക്കുള്ള രക്ഷ എന്ന് പറഞ്ഞ് പല രക്ഷയില്ല. ഇത് എക്സ്ക്ലൂസീവാണ്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളെന്തിനാണ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? അവൻ്റെ മതം വിശ്വസിക്കട്ടെ, അവൻ അങ്ങനെ ജീവിക്കട്ടെ, അവൻ്റെ രീതിയിൽ രക്ഷിക്കപ്പെടട്ടെ, നിങ്ങളെന്തിനാണ് ഈ വഴക്കുണ്ടാക്കാൻ പോകുന്നത്? ഞാൻ കൈരളി പീപ്പിളിലെ ഒരു ടി വിയിലെ പ്രോഗ്രാം പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ പ്രോഗ്രാമിൽ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഈ എക്സ്ക്ലൂസിവിസം, യേശു മാത്രമാണ് രക്ഷയ്ക്ക് നിദാനമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത്, ഡോണ്ട് ബി ടു ഫെനാറ്റിക്.
അത്രയും അങ്ങ് മതഭ്രാന്തനാകാതെ. അപ്പോൾ എക്സ്ക്ലൂസീവിസം പറയുന്നത് ഒരു ഫെനാറ്റിസമാണെന്നാണ്. അതായത് രക്ഷ എന്ന് പറയുന്നത് യേശുവിലൂടെ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് മതതീവ്രവാദത്തിൻ്റെ ഭാഗമായിട്ടാണ് സെക്യുലർ ആൾക്കാർ ചിന്തിക്കുന്നത്. ഇല്ല, അവർ പറയുന്നത് എല്ലാവർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് അവരവർ പൊക്കോട്ടെ, എന്തിനാ ഇത് മാത്രമെന്ന് പറയുന്നത്? അപ്പോൾ ടി വിയിൽ ആ ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എല്ലാവരും അവരവരുടെ രീതിയിൽ അങ്ങ് രക്ഷിക്കപ്പെടുമായിരുന്നെങ്കിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. അവരവരുടെ മതം അനുസരിച്ച് അങ്ങ് പോയി രക്ഷിക്കപ്പെടുമായിരുന്നെങ്കിൽ എനിക്കും സന്തോഷമേ ഉള്ളൂ. പക്ഷേ യാഥാർത്ഥ്യം അതല്ലല്ലോ. യാഥാർത്ഥ്യം എനിക്ക് പറയണ്ടേ? എന്നെ പറഞ്ഞു, ദൈവം അങ്ങനെ വെക്കുമോ? അതായത് യേശുക്രിസ്തുവിലൂടെ മാത്രം, മറ്റു ദൈവങ്ങളൊക്കെ ഇല്ലേ, അവരിലൂടെയും രക്ഷയില്ലേ? ഞാൻ പറഞ്ഞു, എക്സ്ക്ലൂസിവിസം എന്ന് പറയുന്നത് റിലിജിയനിൽ മാത്രമുള്ളതല്ല, ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമുള്ളതല്ല, പ്രകൃതിയിലെല്ലാം എക്സ്ക്ലൂസിവിസം ഉണ്ട്. ദൈവം മിക്കപ്പോഴും ചില കാര്യങ്ങൾ എക്സ്ക്ലൂസീവായിട്ടാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓക്സിജൻ. നമുക്ക് ജീവൻ വേണമെങ്കിൽ ഓക്സിജൻ ഉണ്ടെങ്കിലേ പറ്റൂ. പക്ഷേ അന്തരീക്ഷത്തിൽ ഓക്സിജൻ മാത്രമേ ഗ്യാസ് ആയിട്ടുള്ളൂ? അല്ല, എത്രയോ ഗ്യാസസ് ഉണ്ട്. കോമ്പിനേഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിനുണ്ട്. ഇതിനകത്ത് ഒരു ഗ്യാസും പ്രാണവായു അല്ല. ജീവൻ കൊടുക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഓക്സിജൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പറയുകയാണെന്ന് വെച്ചോ, ഹീലിയം ശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷയില്ല, കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷയില്ല, നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ നിങ്ങൾ ഓക്സിജൻ തന്നെ ശ്വസിക്കണം എന്ന് നിങ്ങൾ പറയുമോ? കണ്ടില്ലേ, ഫെനാറ്റിക്. എന്തൊരു തീവ്രവാദം അവൻ പറയുന്നത്. ഇത്രയും ഗ്യാസസ് ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ട് അവൻ പറയുക ഓക്സിജൻ ശ്വസിച്ചാലേ രക്ഷയുള്ളെന്ന്. എന്നാരെങ്കിലും പറയുമോ? പറയത്തില്ല. എന്തുകൊണ്ട് പറയത്തില്ല? ബിക്കോസ് ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതാണ് സത്യം. അതാണ് സത്യം. ആ സത്യം പറഞ്ഞാലേ പറ്റുള്ളൂ. അതാണ് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞത്. പൊതുവിലുള്ള രക്ഷ എന്ന് പറയുമ്പോൾ, കോമൺ സാൽവേഷൻ എന്ന് യൂദ പറയുമ്പോൾ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ എവരിബഡി ആൻഡ് ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ ഫോർ എവരിബഡി ആൻഡ് ഇറ്റ് ഈസ് എക്സ്ക്ലൂസീവ്. വേറെ ഒന്നുമില്ല. അതൊരാൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മളെന്തിനായി നിർബന്ധിച്ച് പറയുന്നത്? നിർബന്ധിച്ച് പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നഷ്ടപ്പെടരുതെന്നുള്ള ആഗ്രഹം കൊണ്ടാണ്, ചത്തുപോകരുതല്ലോ. ഒരുത്തൻ പറയുകയാണ്, അങ്ങനെയൊന്നും ദൈവം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ഓക്സിജൻ മാത്രം ശ്വസിക്കണം എന്നൊക്കെ ദൈവം നിർബന്ധം പിടിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ കാർബൺ മോണോക്സൈഡ് മാത്രമേ ശ്വസിക്കത്തുള്ളൂ. എന്തോ സംഭവിക്കുന്നു ഒന്ന് കാണണ്ടേ? എന്തോ സംഭവിക്കുന്നുള്ളത് അധികം താമസിയാതെ കാണാം എന്നതുപോലെയാണ് ദൈവം വച്ചിരിക്കുന്ന രക്ഷാമാർഗത്തെ ഉപേക്ഷിച്ച് മറ്റൊരു മാർഗത്തിൻ്റെ പിന്നാലെ പോകുന്നത് അജ്ഞത കൊണ്ടാണ്, ഇഗ്നറൻസ് കൊണ്ടാണ്. അപ്പോൾ എനിക്കത് കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. അത് എൻ്റെ അരഗൻസ് അല്ല, അതെൻ്റെ കമ്പാഷനാണ്. എൻ്റെ അരഗൻസ് അല്ല, അല്ലേ? അതുകൊണ്ട് കോമൺ സാൽവേഷൻ എന്ന് പറയുമ്പോൾ ഭൂമിയിൽ പ്രാണൻ ലഭിക്കേണ്ടതിന്, ജീവൻ ലഭിക്കേണ്ടതിന് ദൈവം ഓക്സിജൻ മാത്രമേ നൽകിയിട്ടുള്ളെങ്കിൽ, നിത്യതയിൽ നിത്യജീവൻ ലഭിക്കേണ്ടതിന് ദൈവം യേശുവിനെ മാത്രമേ നൽകിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്നത്. ഓക്സിജൻ കോമൺ ആണ്. അതുകൊണ്ട് ഈ ഓക്സിജൻ്റെ ഒരു പ്രത്യേകത ഏതാണ്? നമുക്ക് എവിടെ പോയി നിന്ന് കഴിഞ്ഞാലും മൂക്കും വായും കൂടെ പൊത്താതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ വേയിൽ എന്ത് കിട്ടും? ഓക്സിജൻ കിട്ടും. സോ ഓക്സിജൻ കോമൺ ആണ്, അവൈലബിൾ ആണ്, ഇന്നവിറ്റബിൾ ആണ്. ഇതേപോലെ യേശുവിൻ്റെ രക്ഷ ആർക്കും സ്വായത്തമാക്കാൻ കഴിയുന്ന രീതിയിൽ അവൈലബിൾ ആണ്, അത് കോമൺ ആണ്, അത് ഇന്നവിറ്റബിൾ ആണ്. യേശുക്രിസ്തുവുമായി മാത്രം, യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് നമുക്ക് രക്ഷ ലഭിക്കുന്നത്. അത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉള്ളതാണ്.
തീത്തോസിൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ 11-ാമത്തെ വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ആർക്കാണ്? സകല മനുഷ്യർക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ സകല മനുഷ്യർക്കും തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അത് ആർക്ക് എന്ന് ചോദിച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒന്നുപോലെ എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നുപോലെ, അതായത് ഇതിന് യാതൊരു രീതിയിലും ഡിസ്ക്രിമിനേഷൻ ഇല്ല. മറ്റെല്ലാ റിലീജിയനിലും ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. പക്ഷേ യേശു ക്രിസ്തുവിൽ, ക്രിസ്ത്യൻ റിലീജിയനിൽ ചിലപ്പോൾ ഡിസ്ക്രിമിനേഷനൊക്കെ വെച്ചിട്ടുള്ള ആളുകൾ കാണും. പക്ഷേ യേശു ക്രിസ്തുവിൽ എന്തില്ല? ഡിസ്ക്രിമിനേഷൻ ഇല്ല. ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ല. ആണെന്നോ പെണ്ണെന്നോ ഇല്ല, ഇന്ത്യക്കാരനെന്നോ ആഫ്രിക്കക്കാരനെന്നോ ഇല്ല, ഏത് ട്രൈബാണെന്നില്ല, ഏത് കാസ്റ്റാണെന്നില്ല. എല്ലാ മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. ഇത്രയും ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഒരു പ്രോജക്റ്റ് നമുക്ക് വേറെ കാണാനേ കഴിയില്ല. യേശു കർത്താവ് എല്ലാവർക്കും വേണ്ടി എന്ന് തന്നെയല്ല, ഇന്നവിറ്റബിൾ ആണെന്നുള്ളതല്ല, ഇറ്റ് ഈസ് ഓൾസോ പവർഫുൾ. നമ്മൾ റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യം, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ഏവനും. യഹൂദന്മാരുടെ കാര്യം അവിടെ പറയുന്നത്, ആദ്യം ഒന്ന് പറയുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, യേശു കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം യഹൂദന്മാർക്ക് ലഭിച്ചു എന്നുള്ളതേ ഉള്ളൂ. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ യഹൂദനുമില്ല യവനനുമില്ല. അതായത് കുറച്ച് കൂടുതൽ പോസിബിലിറ്റി യഹൂദന്മാർക്ക് കിട്ടി, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ആ രീതിയിലുള്ള കാര്യം ഇപ്പോഴും ശരിയാണ്. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വീണ്ടും ജനിച്ചവൻ്റെ കുടുംബത്തിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ്, അവൻ എന്ത് ചെയ്യുന്നു? കൂടുതൽ പോസിബിലിറ്റി കിട്ടുന്നുള്ള യേശുവിനെ തിരിച്ചറിയാനായിട്ട്, അത്രയേ ഉള്ളൂ. പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിജാതീയനായ ഒരു പൈതലിനും വീണ്ടെടുക്കപ്പെട്ടവൻ്റെ വീട്ടിലെ പൈതലിനും ഒരേ സ്റ്റേജാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ലജ്ജിക്കേണ്ട കാര്യമില്ല. കാര്യം ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്തതാണ്. ഇറ്റ് ഈസ് അവൈലബിൾ, ഇറ്റ് ഈസ് കോമൺ, ഇറ്റ് ഈസ് പവർഫുൾ. പോൾ പറയാ, ഞാനെന്തിനാ ലജ്ജിക്കുന്നത്? ഞാനെന്തിനാ മാറി നിൽക്കുന്നത്? എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് ദ പവർ, ശക്തി. എന്ത് ശക്തി? തുള്ളുന്നതും ചാടുന്നതും ശക്തിയല്ല. എന്താണ് അവിടുത്തെ ശക്തി? രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. ബാക്കിയുള്ള ശക്തിയെക്കുറിച്ച് ഇന്ന് എല്ലാവരും പറയുന്നത്, കയറി നിന്ന പ്രസംഗങ്ങളെല്ലാം പറയുന്നത് പവർ 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 പവർ. എന്ത് പവർ? ചാടുന്നതാണോ പവർ? തുള്ളുന്നതാണോ പവർ? താഴെ വീഴുന്നതാണോ പവർ? തള്ളിയിടുന്നതാണോ പവർ? അതൊന്നുമല്ല പവർ. രക്ഷയ്ക്കായി. രക്ഷ സംഭവിച്ചില്ലെങ്കിൽ ബാക്കിയെല്ലാം ഫ്യൂട്ടൈലാണ്, യാതൊരു പ്രയോജനമില്ലാത്തതാണ്. പോൾ പറയുക, എനിക്ക് ലജ്ജ ഇല്ല. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ നോ ദ പവർ ഓഫ് ഗാസ്പൽ. വാട്ട് ഈസ് ദ പവർ ഓഫ് ഗാസ്പൽ? ദ പവർ ഓഫ് ഗാസ്പൽ ഈസ് സാൽവേഷൻ. രക്ഷയ്ക്കായി ദൈവ ശക്തിയാകുന്നുവല്ലോ. അത് വിശ്വസിക്കുന്ന ഏവർക്കും. For it is the power of God unto salvation to everyone that believeth, to the Jew first and also to the Greek. Hallelujah. ഇതിൻ്റെ ശക്തി നമ്മളൊന്ന് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഇറ്റ് ഈസ് അവൈലബിൾ, ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ ആൻഡ് ഇറ്റ് ഈസ് പവർഫുൾ. ഇന്നവിറ്റബിൾ ആണെന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അത് രക്ഷിക്കാൻ ശക്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പവർഫുള്ളാണ്. അതുകൊണ്ട് നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ലജ്ജിക്കേണ്ടി വരത്തില്ല. നിത്യതയിൽ പോലും ലജ്ജിക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതായത് നോർമൽ വേയിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഒരാളെ ഏതെങ്കിലും ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്ന് വെച്ചു, ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം, ഇപ്പം
ക്യാൻസറിന് ഒരാൾ മരുന്ന് കണ്ടുപിടിച്ചെന്ന് വെച്ചു. ഞാൻ ഒരാൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ദേ ഈ മരുന്ന് കഴിച്ചാൽ ടപ്പെന്ന് പറഞ്ഞ് ക്യാൻസർ പോകും എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ട് ഇയാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചത്തു, മരിച്ചുപോയി കഴിഞ്ഞാൽ എനിക്കൊരു ലജ്ജയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവരുടെ വീട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പോലും ലജ്ജയാണ്. എന്തുകൊണ്ടാണ് ഞാൻ ലജ്ജിക്കുന്നത്? എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞു കൊടുത്ത റിമഡി യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചില്ല. പക്ഷെ സുവിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും ലജ്ജിക്കേണ്ടി വരത്തില്ല. കാരണം സുവിശേഷത്തിന് ശക്തിയുണ്ട്. എന്ത് ശക്തി? മനുഷ്യവർഗത്തിൽ ഏത് വ്യക്തിയെയും വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. യേശുവിനെ വിശ്വസിച്ചിട്ട് യേശുവിനെ അനുഗമിച്ചിട്ട് ഒരു വ്യക്തിയും നരകത്തിൽ പോകത്തില്ല. യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയും രക്ഷയിൽ നിന്ന് വിദൂരത്തിലല്ല. അതുകൊണ്ട് പോൾ പറയുക, എനിക്ക് ലജ്ജയില്ല പറഞ്ഞു കൊടുക്കാൻ. കാര്യം ഞാൻ വ്യാജമരുന്ന് വിൽക്കുന്ന ആളല്ല. വ്യാജമരുന്ന് വിൽക്കുന്നവൻ ലജ്ജിക്കേണ്ടി വരും. പക്ഷേ സുവിശേഷം വ്യാജമരുന്നല്ല. സുവിശേഷം മാത്രമാണ് രക്ഷയ്ക്ക് നമ്മളെ പ്രാപ്തമാക്കുന്നത്. അതുകൊണ്ട് ഒരു ലജ്ജയും ഇല്ലാതെ സുവിശേഷം പറയാൻ എനിക്ക് മടിയില്ലെന്ന് പോൾ പറയുക. പ്രിയമുള്ളവരെ, ഈ കോമൺ സാൽവേഷൻ, ദ പവർ ഓഫ് സാൽവേഷൻ, ദ പവർ ഓഫ് ദ ഗോസ്പൽ, അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുവിശേഷം പറയുന്നതിന് എന്തിനാണ് ലജ്ജിക്കുന്നത്? പിന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ? കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ. നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സ്നേഹിതർ, നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ, അവരൊരു പക്ഷേ നമ്മളെ നിന്ദിച്ചാലും വഴക്കുണ്ടാക്കിയാലും നമ്മൾ നിർബന്ധിച്ച് പറയുന്ന, ചിലപ്പോൾ പറയും അങ്ങനെ ആരെയും നിർബന്ധിക്കാൻ പാടില്ല. ശരിയാണ്, നമ്മൾ ഒരുമാതിരിയൊക്കെ മനമര്യാദയ്ക്ക് വേണം പറയാൻ. അത് ഞാൻ സമ്മതിക്കുന്നു, സ്നേഹത്തോടു കൂടെ. പക്ഷെ സ്നേഹത്തോടു കൂടെ ആണെങ്കിലും ഇത് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇത് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ കൊച്ചുങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പം കൊച്ചുങ്ങൾക്ക് മരുന്ന് കുടിക്കാൻ ഇഷ്ടമില്ലായിരിക്കും. മരുന്ന് ചിലപ്പോൾ കഴിക്കുന്നതായിരിക്കും. പക്ഷേ ഏതെങ്കിലും അമ്മ അവൾക്ക് ഇഷ്ടമില്ല അത് കുടിക്കാൻ എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുമോ? ഇല്ല. അമ്മ തീർച്ചയായിട്ടും ഈ മരുന്ന് കൊടുക്കും. എന്തുകൊണ്ട് കൊടുക്കും? കൊച്ചിനോട് ദേഷ്യം ഉണ്ടായിട്ടാണോ? അല്ല, കൊച്ചിനോട് സ്നേഹം ഉണ്ടായിട്ടാണ്, കൊച്ചിനോട് ഇഷ്ടം ഉണ്ടായിട്ടാണ്. അതുപോലെ പ്രിയമുള്ളവരെ, ഞങ്ങളൊക്കെ സുവിശേഷം പറയുമ്പോൾ നിങ്ങളാരും ചിന്തിക്കരുത് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ട് പറയുകയാണെന്ന്. നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ടും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും പറയുന്നതാ. അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ നശിപ്പിക്കാനോ ഒന്നുമല്ല. കാര്യം ഞങ്ങൾക്കറിയാം ഈ മരുന്ന് വ്യാജമരുന്നല്ല. ഞങ്ങൾക്കറിയാം സുവിശേഷത്തിന് ശക്തിയുണ്ടെന്ന്. വി നോ ദ പവർ ഓഫ് ഗോസ്പൽ. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു വിശ്വസിക്കുന്ന ഏവനും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മേക്ക് ഷുവർ ദാറ്റ് വി ആർ ഷെയറിങ് ഗോസ്പൽ വിത്ത് അതേഴ്സ്. പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് അത് പഠിപ്പിക്കണം, അത് സഭയിൽ പഠിപ്പിക്കണം. കാര്യം ഇന്നിപ്പോൾ യങ്ങർ ജനറേഷൻ ഈ ഇന്നവിറ്റബിലിറ്റിയൊക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് അത്രത്തോളം അങ്ങോട്ടില്ല. അവരവരുടെ വഴി നോക്കട്ടെ. അങ്ങനല്ല. നമ്മുടെ കോമൺ സാൽവേഷനെ കുറിച്ച് നമ്മുടെ സഭകളിൽ പഠിപ്പിക്കണം. നമ്മുടെ ജനങ്ങളത് മനസ്സിലാക്കണം. നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇത് വ്യാജമരുന്നല്ലെന്ന്. നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇതിന് രക്ഷിക്കാൻ ശക്തിയുണ്ടെന്ന്. നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കണം ഇത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതാണെന്ന്. ഇറ്റ് ഈസ് അവൈലബിൾ, ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ, ഇറ്റ് ഈസ് പവർഫുൾ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പഠിപ്പിക്കാൻ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബേസിക്സ് പഠിപ്പിക്കാൻ. ഇവിടെ യൂദാ പറയുന്നത് ഞാൻ സകല പ്രയത്നവും കഴിക്കയിൽ. നോക്ക്, ഇതുപോലെയുള്ള ആ ഏർജ് നമുക്ക് ഇത് പഠിപ്പിക്കാനുണ്ടോ? We need to teach our children about the common salvation. വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് കൃത്യതയോടുകൂടെ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിന് സകല പ്രയത്നവും, I was giving all diligence to write unto you of our common salvation. All diligence, സകല പ്രയത്നവും, ഡിലിജൻസ്, ജാഗ്രതയും. പഠിപ്പിക്കുന്നത് ചുമ്മാ ഉഴപ്പിത്തിരിഞ്ഞ് പഠിപ്പിച്ചാൽ പോരാ. എങ്ങനെ പഠിപ്പിക്കണം? ജാഗ്രതയോടുകൂടെ പഠിപ്പിക്കണം. വളരെ ജാഗ്രതയോടെ, സകല ഉത്സാഹവും. ഉപദേശം പഠിപ്പിക്കാൻ നല്ല ഉത്സാഹം കാണിക്കണം.
ഇപ്പോഴത്തെ യങ്ങർ ജനറേഷനൊക്കെ ഒത്തിരി ദുരുപദേശങ്ങളിൽ വീണ് പോകുന്നത് കോമണാണ്. ഞാൻ ഇന്നലെ ആണെങ്കിലും ഒരു സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഈ ഒരു ദുരുപദേശത്തിനകത്ത് ഇങ്ങനെ പെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദുരുപദേശത്തിൽ വളർന്ന ആളൊന്നുമല്ല, ദുരുപദേശം പഠിപ്പിക്കുന്ന ആളുമല്ല. പക്ഷേ അദ്ദേഹം എന്നോട് സംശയം ചോദിക്കുകയാണ്. അപ്പം ഞാൻ ആലോചിച്ചു, എടാ, വളരെ ശക്തമായ ഒരു സമുദായ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിൻ്റെ രക്ഷയെ മനസ്സിലാക്കി വന്നവനെ ഒരു ദുരുപദേശക്കാരനെ സ്വാധീനിക്കാൻ, ഒരു സ്ട്രോങ് ബിലീവറിനെ ഒരു ദുരുപദേശക്കാരനെ സ്വാധീനിക്കാൻ കഴിഞ്ഞെങ്കിൽ, അയാൾ പോയില്ല, പക്ഷേ എങ്കിലും അയാൾ സ്വാധീനിക്കപ്പെട്ടു. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരനോട്, സഹോദരനോട് ഞാൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, അവിശ്വാസിയെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇതിനു വേണ്ടി നമ്മൾ എത്ര പ്രയത്നം കഴിക്കുന്നുള്ളൂ. പക്ഷേ വിശ്വാസിയെ ദുരുപദേശത്തിലേക്ക് കൊണ്ടുപോകാൻ ദുരുപദേശക്കാരൻ പരിശ്രമിക്കുന്നത് തന്നെയല്ല, പലപ്പോഴും വിജയിക്കുന്നുമുണ്ട്. എന്തുകൊണ്ട് വിജയിക്കുന്നു? കാര്യം ഒന്നേ ഉള്ളൂ, എന്താണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല. വി ഡു നോട്ട് നോ വാട്ട് ഈസ് അവർ ഫെയ്ത്ത്. അവിടെയാണ് ഡിലിജൻസ് ആവശ്യമായിരിക്കുന്നത്. നമ്മുടെ ഫെയ്ത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണം. നമ്മളെന്താ വിശ്വസിക്കുന്നത് നമ്മളറിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയണമെന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ഞാൻ അവിടുത്തെ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് പ്രായമുള്ളൊരു അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സാജു ഈ പിള്ളേരറിയണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് വലിയോരറിയണമെന്നൊന്ന് പറയണം. കാര്യം വലിയവർക്ക് പോലും ഇത് അറിയില്ല. നമുക്കെന്താ നമ്മുടെ ഫെയ്ത്ത് എന്നുള്ളത് അറിയില്ല. പറമ്പിനടിസ്ഥാനത്തിനകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ ആ ബുക്ക് അവൈലബിളാണ്. ആ പറമ്പിനടിസ്ഥാനം ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ജോൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തോട് ഒരാൾ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഫെയ്ത്ത്? എന്താണ് നിൻ്റെ വിശ്വാസം? അവൻ പറഞ്ഞു, എൻ്റെ സഭ വിശ്വസിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. വാട്ട് മൈ ചർച്ച് ബിലീവ്സ് ഐ ഓൾസോ ബിലീവ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെയൊക്കെ കാര്യം. ഞങ്ങളുടെ സഭ എന്താ വിശ്വസിക്കുന്നത് അത് ഞാനും വിശ്വസിക്കുന്നു. ഓക്കെ. അയാൾ തിരിച്ചു ചോദിച്ചു, ഓക്കെ ജോൺ, വാട്ട് യുവർ ചർച്ച് ബിലീവ്? നിൻ്റെ സഭ എന്താ വിശ്വസിക്കുന്നത്? ഉടനെ പറഞ്ഞു, അത് ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ് എൻ്റെ സഭയും വിശ്വസിക്കുന്നത്. അപ്പോൾ സഭ വിശ്വസിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്, പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ് എൻ്റെ സഭയും വിശ്വസിക്കുന്നത്. അപ്പോൾ മറ്റേ ആൾ പിന്നെയും ചോദിച്ചു, ഓക്കെ ജോൺ, നീയും നിൻ്റെ സഭയും എന്താണ് വിശ്വസിക്കുന്നത്? അപ്പം ചോദ്യം ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പറയും, അത് രണ്ടും ഒന്ന് തന്നെയാണെന്ന്. എന്നാലും ഇവൻ എന്തറിയത്തില്ല, ഇതിനെക്കുറിച്ച് ഒരു വിവരമില്ല. ഇതുപോലൊക്കെ എല്ലാം ഉള്ളൂ നമുക്കൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ? വാട്ട് ഈസ് അവർ ഫെയ്ത്ത്? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മൾ പിൻപറ്റുന്നതായ വിശ്വാസം എന്താണ്? പൊതുവിലുള്ള രക്ഷയെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? വി നീഡ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. അപ്പോൾ അത് പഠിപ്പിക്കുന്നതിൽ നമ്മൾ ഡിലിജൻ്റ് ആയിരിക്കണമെന്നാണ് പറയുന്നത്. ഡിലിജൻ്റ്, ജാഗ്രതയുള്ളവരായിരിക്കണം. അത് തുടങ്ങേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കണം, പക്ഷേ ഞാൻ മാത്രം മനസ്സിലാക്കിയപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അത് ആ ഒരു വലിയൊരു ആർജവം നമുക്കുണ്ടാകണം, അതിനെക്കുറിച്ചുള്ള വലിയ ഒരു മോഹം നമുക്കുണ്ടാകണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മനസ്സിലാക്കുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുക, കാര്യം ഇന്നത്തെ വലിയ ഒരു നീഡാണ്. അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാം. നിങ്ങൾ കൈവശമാക്കുവാൻ കടന്നിരുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിനും നിൻ്റെ ജീവകാലമൊക്കെയും നീയും നിൻ്റെ മകനും ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന നിൻ്റെ ദൈവമായ യഹോവയുടെ എല്ലാ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിപ്പാൻ തക്കവണ്ണം അവനെ ഭയപ്പെടേണ്ടതിനും നീ ദീർഘായുസ്സോടിരിക്കേണ്ടതിനുമായി നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഇവ ആകുന്നു. അപ്പോൾ കൽപ്പനയുണ്ട്, ചട്ടങ്ങളുണ്ട്, വിധികളുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം? ആകയാൽ ഇസ്രായേലേ, നിനക്ക് നന്നായിരിക്കേണ്ടതിനും നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശത്ത് നിങ്ങൾ ഏറ്റവും വർദ്ധിക്കേണ്ടതിനും നീ കേട്ട് ജാഗ്രതയോടെ അനുസരിച്ച് നടക്കുക. അപ്പോൾ അത് കേൾക്കണം, ജാഗ്രതയോടുകൂടെ അനുസരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എന്താണെന്നുള്ളത് നമ്മൾ കേൾക്കണം, ഉപദേശം എന്താണെന്നുള്ളത് കേൾക്കണം. അപ്പോൾ പറയാം അതൊക്കെ പഴയ നിയമത്തിൽ. പഴയ നിയമത്തിൽ ഇത്രയും സ്ട്രിക്റ്റ് ആണെങ്കിൽ പുതിയ നിയമത്തിൽ എത്രയധികം.
അത് നമ്മൾ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. കാര്യം ഈ ദുരുപദേശക്കാർ കയറി എല്ലാം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. പല കുഞ്ഞുങ്ങളും അവരുടെ ദുരുപദേശത്തിൽ വീണു പോയിരിക്കുകയാണ്. 4-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ ഒരു നട്ട്ഷെല്ല് പറയുകയാണ്. ഈ കൽപ്പനകളുടെ എല്ലാം കൂടെ ഒരു സംക്ഷിപ്ത രൂപം പറയുകയാണ്. ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നോക്ക്, കർത്താവ് പറയുകയാണ്, ഇതാണ് നമ്മൾ ഇസ്രായേലെ കേൾക്ക എന്ന് പറയുന്നത്. കേൾക്ക, ക്ഷേമ എന്ന് പറയുന്ന വാക്ക് അവർ എല്ലാ ദിവസവും പറയുന്ന ക്ഷേമ, കേൾക്ക എന്നുള്ള അർത്ഥമാണ്. അതായത് എല്ലാ യഹൂദന്മാരും യഹൂദ കുട്ടികളും എല്ലാ ദിവസവും പറയുന്ന പ്രഖ്യാപനമാണ്, വിശ്വാസ പ്രഖ്യാപനമാണ് ഈ പറഞ്ഞ വാക്ക്. ഏത്? യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലിരിക്കണം. അപ്പോൾ ക്ഷേമ പറയണം, ഉപദേശം അറിയണം എന്ന് തന്നെയല്ല, ആ ഉപദേശം നമ്മൾ നേരത്തെ ഇന്ന് ബൈബിൾ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ കാര്യമുണ്ടല്ലോ, ഒന്ന് അത് വായിച്ചാൽ മാത്രം പോലെ, ഇവിടെ വരണം, ഹൃദയത്തിലിരിക്കണം, അനുസരിക്കണം. അപ്പോൾ വചനം കേൾക്കണം, അതാണ് ക്ഷേമ എന്നാണ് തുടങ്ങുന്നത്. കേൾക്കണം, ഹൃദയത്തിലിരിക്കണം, അനുസരിക്കണം. അത് നമ്മുടെ ഭാഗത്ത് നിന്ന്. എന്നാൽ കേൾക്കുക, ഹൃദയത്തിലാക്കുക, അനുസരിക്കുക എന്നതിൻ്റെ കൂട്ടത്തിൽ അടുത്തത് വരുന്നു, ഉപദേശിക്കണം. അതുകൊണ്ട് കേട്ട് അനുസരിച്ച് പോയാൽ മാത്രം പോരാ, എന്ത് വേണം? ഉപദേശിക്കണം. അതാണ് അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഇവിടെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ച് ദം ഡിലിജൻ്റ്ലി, ജാഗ്രതയോടുകൂടെ പഠിപ്പിക്കണം. ആരെ പഠിപ്പിക്കണം? കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഞാൻ എല്ലാ സ്ഥലത്തും എംഫസൈസ് ചെയ്യുന്നൊരു കാര്യമാണ്, ഈ കാലയളവിൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത് കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ ദൈവവചനം പഠിപ്പിക്കണം. കുടുംബത്തിൽ. അതെങ്ങനെ? ഇന്ന് ഫാമിലി പ്രെയർ പോലും ഇല്ല. ഫാമിലി പ്രെയർ ഉള്ളത് തന്നെ കോട്ടുവായി വിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പിള്ളേർ മൊബൈലിലും കുത്തിക്കൊണ്ടിരിക്കും. ഇതല്ല കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് അപ്പനും അമ്മയും മക്കളും യേശുവും ഒരുമിച്ചുള്ള സമയമാണ്. അവിടെ നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷേ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, യേശു പറയുന്നത് കേൾക്കണം. യേശു പറയുന്നത് എങ്ങനെയാണ് കേൾക്കുന്നത്? അവൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുമ്പോഴാണ് അവൻ പറയുന്നത് കേൾക്കുന്നത്. അവന് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. നമ്മൾ ചുമ്മാ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച് എണീറ്റ് പോയാൽ പോരാ. കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ കുടുംബ പ്രാർത്ഥനയിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ദൈവവചനം വായിച്ച് ധ്യാനിച്ച് കുഞ്ഞുങ്ങൾക്ക് ജാഗ്രതയോടുകൂടെ ഉപദേശിച്ചു കൊടുക്കുക. അതിനാണ് കുടുംബ പ്രാർത്ഥന. അല്ലാതെ കുടുംബ പ്രാർത്ഥന ഒരു ഉഴപ്പി പ്രാർത്ഥന പ്രാർത്ഥിച്ചേച്ച് പോകാനല്ല. കുഞ്ഞുങ്ങളെ ഡിലിജൻ്റായിട്ട് ജാഗ്രതയോടുകൂടെ പഠിപ്പിക്കണം. ഞാൻ ഈ ഭാഗത്തെക്കുറിച്ചൊക്കെ വേറെ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. ഉപദേശം പഠിപ്പിക്കാൻ ഭയങ്കര ഉത്സാഹം വേണം. അത് നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ പിള്ളേർ അങ്ങോട്ടിറങ്ങുമ്പം വേറെ ദുരുപദേശക്കാരനും ലോകവും എല്ലാം നോക്കിയിരിക്കുക അവനെ വേറെ പഠിപ്പിക്കാൻ. അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കൃത്യമായി ഉപദേശം പഠിക്കണം. എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾ ദുരുപദേശത്തിൽ പോകുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ദുരുപദേശത്തിൽ പോകുന്നതിന് ഉപദേശം അറിയാത്തത് കൊണ്ടാണ്. ഉപദേശം ഉണ്ടെങ്കിൽ എല്ലാ ദുരുപദേശം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് ദുരുപദേശക്കാരന് നമ്മുടെ കുഞ്ഞുങ്ങളെ വലയ്ക്കാൻ കഴിയുന്നു? ബിക്കോസ് വി ഡിഡ് നോട്ട് ടീച്ച് ദം ഡിലിജൻ്റ്ലി ദ ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ, ദ ഡോക്ട്രിൻ ഓഫ് ഗാഡ്, ദ ഡോക്ട്രിൻ ഓഫ് ഗ്രേസ്. അതൊക്കെ എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ദുരുപദേശത്തിൽ വീണു പോകത്തില്ല. അതുകൊണ്ട് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ സകല പ്രയത്നവും കഴിച്ചു. വിത്ത് ഓൾ ഡിലിജൻസ് ഐ വാണ്ടഡ് ടു റൈറ്റ് ടു യു എന്ന് പറയുമ്പോൾ യൂദാ കഴിച്ച ആ സകല പ്രയത്നവും നമ്മൾ നമ്മുടെ ഭവനത്തിൽ കാണിക്കണം.
നമ്മുടെ ഭവനത്തിൽ അത് ഉപദേശിച്ചു കൊടുക്കണം. സഭയിലും വേണം, സഭയിൽ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, സഭയിൽ വേണം. പക്ഷേ സഭയ്ക്ക് മുമ്പ് ഇത് വേണ്ടത് ദൈവത്തിൻ്റെ ഭവനത്തിലാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലാണ്. നോക്കുക, എല്ലാ രീതിയിലും നമ്മൾ എപ്പോഴും അതിനു വേണ്ടി പ്രബോധിപ്പിക്കണം. ഇപ്പം തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ തിമോത്തിയോസിനോട് പോൾ പറയുന്നു, ഒന്ന് തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവ്വഭക്തിയോടും ഘനത്തോടും സാവധാനതയോടും സ്വസ്ഥതയുള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ പ്രാർത്ഥനയുടെ കാര്യം പോലും പ്രബോധിപ്പിക്കണം. അപ്പോൾ പ്രബോധനം വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് നമ്മളെ താഴോട്ട് വരുമ്പോഴത്തേക്ക് ആ സത്യത്തിൻ്റെ പരിജ്ഞാനം എല്ലാവർക്കും പ്രബോധിപ്പിക്കുന്ന പറയുമ്പോഴത്തേക്ക് താഴെ പറയുന്നത്, ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അവൻ സകല മനുഷ്യരും രക്ഷപ്രാപിപ്പാനും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. അപ്പോൾ കൃത്യമായ ഒരു പ്രബോധന രീതി നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. വളരെ കൃത്യമായിട്ട് ഒരു ഉപദേശത്തിൻ്റെ കാര്യം അപ്പോൾ സഭയിൽ വേണം. പക്ഷേ അതിനു മുമ്പ് നമ്മൾ എവിടെ വേണം? ഭവനത്തിൽ വേണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ, വിരോധി നമ്മെ കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയായി കാണിക്കുക. അപ്പോൾ ജീവിതത്തിൽ മാതൃക കാണിക്കണം. അടുത്ത വാക്യം, ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവൻ ആയിരിക്കുക. നോക്കുക, നമ്മൾ ജീവിതത്തിൽ ചിലപ്പോൾ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദറെ നന്നായിട്ടങ്ങ് ജീവിച്ചാൽ പോരായോന്ന്. ഈ ഉപദേശമൊക്കെ ഇത്രയും വലിയ നന്നായിട്ടങ്ങ് ജീവിച്ചാൽ പോലെ. അല്ല, നന്നായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മളെ ദൈവം ഫലമേൽപ്പിച്ചിരിക്കുന്ന ആ ഉപദേശം, അതിനെക്കുറിച്ച് നമ്മൾ യൂദാ പറയുന്നത് ഒന്നാണ്, നമ്മളെ ഫലമേൽപ്പിച്ച് ആ ഉപദേശം നമ്മളെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ESV വേർഷൻ മാത്രം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് കയറാം. ഷോ യുവർ സെൽഫ്, Titus chapter 2 verse 7, show yourself in all respects a model of good deeds, and in your teaching show integrity and gravity. എന്തു വേണം? ഇൻറ്റഗ്രിറ്റി വേണം, ഗ്രാവിറ്റി വേണം. ഏതിനകത്ത്? ടീച്ചിങ്സിൽ. യു ഗെറ്റ് മീ? ഇൻറ്റഗ്രിറ്റി വേണം. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താണ് ഇൻറ്റഗ്രിറ്റി. ഈസ് എ മാൻ ഓഫ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അവൻ പറയുന്നത് തന്നെയാണ് അവൻ്റെ പ്രവൃത്തി. അവൻ ഇന്നലെ പറഞ്ഞത് നാളെ മാറ്റി പറയത്തില്ല. അവൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടേ അത് പറയത്തുള്ളൂ, അല്ലെങ്കിൽ പറയത്തില്ല. സോ ഇൻറ്റഗ്രിറ്റി, ഉപദേശത്തിൽ ഇൻറ്റഗ്രിറ്റി വേണം. പോള് തെസലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല, അതും ഇതും പഠിപ്പിക്കുന്നതല്ല. ഇൻറ്റഗ്രിറ്റി, കൃത്യമായ ടീച്ചിങ്സ് നമുക്ക് വേണം. നമ്മുടെ സഭയിൽ കൃത്യമായ ടീച്ചിങ്സ് ഉണ്ടാകണം. ദൈവവചനത്തിൻ്റെ കൃത്യമായ അഭ്യസനം ഉണ്ടാകണം. അത് വീട്ടിൽ പഠിപ്പിക്കണം, സഭയിലും പഠിപ്പിക്കണം. സഭയിൽ വരുമ്പോൾ അത് നമുക്കൊന്നുള്ള കൺഫർമേഷനാണ്. വീട്ടിലാണ് പഠിപ്പിക്കേണ്ടത്. സഭയിൽ വരുമ്പോൾ ഒന്നുള്ളൊരു കൺഫർമേഷൻ ഉണ്ടാകുന്നു. കാര്യം, ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ തെറ്റുവല്ലതും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ സഭയിൽ വരുമ്പോൾ പോൾ പറയാണ്, ടൈറ്റസിനോട് പറയാണ്, മേക്ക് ഷുവർ ദാറ്റ് യു ആർ ടീച്ചിങ് വിത്ത് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഗ്രാവിറ്റി. ഓർത്തോണം, പ്രസംഗിക്കുന്നത് അതും ഇതും പ്രസംഗിച്ച് പോകരുത്. പറയുന്ന കാര്യത്തെക്കുറിച്ച് നീ ഇൻറ്റഗ്രിറ്റി സൂക്ഷിക്കണം. നാളെ മാറ്റിപ്പറയാൻ പറ്റുന്നതല്ല. ഉപദേശം പറയുമ്പോൾ ഓരോ ദിവസവും മാറ്റി പറയരുത്. അതുകൊണ്ടാണ് പൗലോസ് ഗലാത്യയിൽ പറയുന്നത്, ഞങ്ങൾ പ്രസംഗിച്ചതിന് വിരോധമായി
ഞങ്ങളോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ. അപ്പം ചിലപ്പോൾ ഇന്നലെ പ്രസംഗിച്ചതിന് വിപരീതമായിട്ട് ഞാൻ തന്നെ വന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. സോ ഇൻറ്റഗ്രിറ്റി, കീപ്പിംഗ് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഗ്രാവിറ്റി വേണം. ഉപദേശങ്ങളിൽ ഗ്രാവിറ്റി വേണം. ഖനമുണ്ടായിരിക്കണം, കൃത്യതയുണ്ടായിരിക്കണം. വഴുകപ്പരുവത്തിൽ പ്രസംഗിക്കരുത്. പ്രസംഗിക്കുന്നത് ശക്തമായിട്ട് തന്നെ പ്രസംഗിക്കണം. ചിലപ്പോൾ ആളുകളോട് ഇയാളെന്തിനാ ഇങ്ങനെ കടിച്ചു കിളി പറയുന്നത്, പിന്നെ പറയുമ്പോൾ അങ്ങനെ ആയി പോകുന്നതാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഗ്രാവിറ്റി ഉണ്ടായിരിക്കണം. അല്ലാതെ അങ്ങനെയും ആകാം ഇങ്ങനെയും ആകാം എന്നുള്ളത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. ദൈവവചനം അൺകോംപ്രമൈസിങ് ആണ്, ഗ്രാവിറ്റി ഉണ്ട്, സ്ട്രോങ് ആയിരിക്കണം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം ഇതാ, ഓരോരുത്തർ വന്നിട്ട് ചിലപ്പോൾ ചോദിക്കുന്നു, ബ്രദറെ അല്ലെങ്കിൽ പാസ്റ്ററെ ഇക്കാര്യത്തിൽ എന്താ പാസ്റ്ററെ അഭിപ്രായം? ഞാനായിട്ട് എന്തോ അഭിപ്രായം പറയാനാ ബ്രദറെ. അല്ല, അത് ശരിയാണോ തെറ്റാണോ? അതിപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ശരിയായിരിക്കും, പിന്നെ ചിലപ്പോൾ തെറ്റായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ എന്നൊക്കെ പറയുന്നതല്ല ദൈവവചനം. ദൈവവചനത്തിന് ഘനമുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രാവിറ്റി സൂക്ഷിക്കണം. നിങ്ങൾ ഉപദേശത്തിൽ നിർമ്മലതയും ഗൗരവവും ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനവും ഉള്ളവരായിരിക്കുവാൻ പരിശ്രമിക്കുക. ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനം ആൻഡ് സൗണ്ട് സ്പീച്ച് ദാറ്റ് കനോട്ട് ബി സെൻഷേർഡ്. ഞാൻ പ്രസംഗിക്കുന്ന കാര്യങ്ങളെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയരുത്. അത് പ്രസംഗിക്കുന്നതിന് മുമ്പേ ഞാൻ ഉറപ്പാക്കണം ഇത് ബിബ്ലിക്കലാണ്, ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ബൈബിൾ. അത് എനിക്ക് ബോധ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ് ആക്ഷേപിച്ചുകൂടാത്ത പഥ്യവചനം, അതാണ് വാസ്തവത്തിൽ നമുക്കിന്ന് ആവശ്യം. സോ ദാറ്റ് ആൻ ഒപ്പോണന്റ് മേ ബി പുട്ട് ടു ഷെയിം ഹാവിങ് നത്തിങ് ഈവിൾ ടു സേ ഓഫ് അസ്. അപ്പോൾ ഒന്ന്, ഉപദേശത്തിൽ നിർമ്മലത വേണം, ജീവിതത്തിൽ മാതൃക വേണം, ഉപദേശത്തിൽ നിർമ്മലത വേണം. അപ്പോൾ വിരോധിക്ക് നമ്മളെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല. ഉപദേശവും ജീവിതവും ഒരുപോലെ പോകണം. അതുകൊണ്ടാണ് പൗലോസ് തീമോഥെയോസിനോട് പറയുന്ന വാചകം, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. നിന്നെ സൂക്ഷിക്കണം, പക്ഷെ നിന്നെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഉപദേശത്തെയും സൂക്ഷിക്കണം. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, എന്നെ സൂക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഉപദേശം സൂക്ഷിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, ഞാൻ തെറ്റിപ്പോയാൽ ഞാനങ്ങ് നരകത്തിൽ പോകുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഉപദേശം തെറ്റിച്ചാൽ ഞാൻ അനേകരെ നരകത്തിൽ കൊണ്ടുപോവുകയാണ്. ഞാൻ തെറ്റരുത്, അത് വേറെ കാര്യം. അതുകൊണ്ട് അപ്പോൾ പറയുന്നത്, നിന്നെ തന്നെ സൂക്ഷിച്ചാൽ പോരാ, എന്തുകൂടെ വേണം? നിൻ്റെ ഉപദേശത്തെ സൂക്ഷിക്കണം. ചിലപ്പോൾ ആളുകൾ പറയും, ബ്രദറെ അങ്ങേരൊരു നല്ല മനുഷ്യനാണ് ബ്രദറെ, ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുമെന്നുള്ളതേ ഉള്ളൂ. നല്ല മനുഷ്യനാണ്. നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്നുള്ളതല്ല. വാട്ട് ഈസ് യുവർ ടീച്ചിങ്? നിന്നെ സൂക്ഷിക്കണം. ഇവൻ പ്രസംഗിക്കുന്നത് പോലാണോ ജീവിക്കുന്നതെന്ന് നോക്കണം. പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുന്ന ആളുകളല്ലെങ്കിൽ അവരുടെ പ്രസംഗം കേൾക്കാൻ നിങ്ങൾ പോകണ്ട. ഞാൻ പ്രസംഗിക്കുന്നത് പോലെയാണ് ജീവിക്കുന്നതെന്ന് തൻ്റെ അടുത്തോടെ പറയുന്നവൻ്റെ പ്രസംഗം കേട്ടാൽ മതി. അതുപോലെ ഉപദേശത്തിൽ ഗ്രാവിറ്റി, നിർമ്മലത. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് സ്വർഗ്ഗപിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുകയും അങ്ങേ സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവേ, യൂദായുടെ ലേഖനത്തിൽ പൊതുവുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ അവൻ സകല പ്രയത്നവും കഴിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. യേശുവേ, ഞങ്ങളുടെ ടീച്ചിങ്സ്, ഞങ്ങളുടെ ഡോക്ട്രിൻസ് അതെന്താണെന്ന് ഞങ്ങൾ നന്നായി അറിയുന്നതിനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് തീവ്രതയോടുകൂടെ പഠിപ്പിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. യെസ് ലോർഡ്, വ്യാജമരുന്ന് വിൽക്കാനല്ല ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്, ഞങ്ങൾക്കറിയാം. ഇത് എല്ലാവർക്കും അവൈലബിളാണ്, എന്നാൽ എല്ലാവർക്കും ഇന്നവിറ്റബിളുമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പവർഫുൾ. ഈ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.